ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ബേത്ലഹേം എന്ന പേരിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനമെന്നാണ്. അപ്പത്തിൻ്റെ ഭവനത്തിൽ ആ പാതിരാവിൽ വന്നു വീണത് സ്വർഗം ഭൂമിക്ക് നൽകിയ ജീവൻ്റെ അപ്പമാണ്. പുറപ്പാടിൻ്റെ ക്ലേശങ്ങളിലൂടെ വിശന്നു വലഞ്ഞ ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ മന്ന വർഷിക്കപ്പെട്ടതുപോലെ പാപത്താൽ ജീവൻ്റെ നീർച്ചാലുകൾ വറ്റി മരുഭൂമിയിൽ ഉഴലുന്നവർക്ക് ആത്മാവിൻ്റെ വിശപ്പടക്കുവാനെത്തിയ ജീവൻ്റെ അപ്പമാണ് ക്രിസ്തു. ജീവൻ്റെ അപ്പമായവനെ ശീലകളിൽ ചുറ്റി പുൽക്കൂട്ടിൽ വെച്ച് ദൈവം ലോകത്തിന് സമ്മാനിച്ചതാണ്. ആട്ടിടയന്മാർ കാലിത്തൊഴുത്തിൽ കണ്ട ലോകാത്ഭുതമായിരുന്നു അത്. ദൈവപുത്രൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നത് ലോകക്കാഴ്ചകൾ കണ്ട് മടങ്ങാനായിരുന്നില്ല, ലോകത്തെ വീണ്ടെടുക്കാനായിരുന്നു. ക്രിസ്തു സ്വർഗം വിട്ടിറങ്ങി വന്നത് പിതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. പിതാവിൻ്റെ ഹിതം വിട്ട് പുത്രൻ ഒന്നും ചെയ്തിട്ടില്ല. ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയത് മാനവരാശിക്ക് ഒരഭിമാനമാണ്. അവിടെ നിന്നും കൊണ്ടുവന്ന പാറക്കഷ്ണങ്ങൾ അഭിമാന ചിഹ്നങ്ങളാണ്. എന്നാൽ ഈ അഭിമാനവും നേട്ടവും മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നമായ പാപത്തിന് ഒരു പരിഹാരവും ഉണ്ടാക്കുന്നില്ല. എന്നാൽ യേശു ഭൂമിയിൽ കാലുകുത്തിയപ്പോൾ, അവൻ തന്നെ ബലിയായി നൽകിയപ്പോൾ ലോകത്തിനു തന്നെ രൂപാന്തരം സംഭവിക്കുകയായിരുന്നു. ചന്ദ്രനിൽ പോയവർ മടങ്ങി വന്നപ്പോൾ കൊണ്ടുവന്നത് പാറക്കഷ്ണങ്ങളായിരുന്നുവെങ്കിൽ, ദൈവപുത്രനായ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയപ്പോൾ പിതാവിന് സമ്മാനിക്കുന്നത് തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ രക്ഷിക്കപ്പെട്ട ആത്മാക്കളെയാണ്. ക്രിസ്തുമസ് നൽകുന്ന സന്ദേശം ഇതാണ്. ദൈവപുത്രൻ പിറന്നു വീണ ഈ ഭൂമിയിൽ നമുക്കും ഒരു ജീവിതം ലഭിച്ചെങ്കിൽ ഓർക്കുക, ഈ യാത്ര വിജയകരമായി പൂർത്തീകരിക്കുവാൻ ആയുസ്സ് നൽകിയ ആ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നാം ജീവിക്കണം. തിരുപ്പിറവിയെക്കുറിച്ചുള്ള മധുരഗാനങ്ങൾ പാടുന്ന നാം നമുക്കൊരു പിറവി നൽകിയ ദൈവത്തെ മറന്നാണ് പാടുന്നതെങ്കിൽ അതുകൊണ്ട് സ്വർഗം ദുഃഖിക്കും. ക്രിസ്തുവിൻ്റെ അനുഗ്രഹപാത്രങ്ങളായി മാറുമ്പോഴാണ് ക്രിസ്തുമസിൻ്റെ ഉടയവനെ നാം ആദരിക്കുന്നതും ആരാധിക്കുന്നതും. ഈ ക്രിസ്തുമസ് ദിനം ആചരണമല്ല, ആരാധനയായി മാറട്ടെ. ഒപ്പം ഏവർക്കും ക്രിസ്തുമസ് ആശംസകളും. യെശയ്യാവ് 9:6. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.